ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ നമ്മെ അഭിസംബോധന ചെയ്യും. അതിനായി ആദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. فضيلة الشيخ أبو أيمن حفظه الله والوفد المرافق له والأستاذ السيد توفيق إدريس توفيق والمشايخ الكرام, ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പാലക്കാട് വെച്ച് ISMന്റെ യുവജന സമ്മേളനം ചേരാൻ നമുക്ക് ഇതുപോലെ ഒത്തുകൂടാൻ അവസരമുണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ISMന്റെ ചരിത്രത്തിൽ പാലക്കാടിന് വലിയ സ്ഥാനമുണ്ട്. 1976 ISM രൂപീകരിച്ച കാലഘട്ടത്തിൽ ISM ജനങ്ങളിലേക്ക് എത്തുവാൻ ആവശ്യമായ ആദർശപരമായ അടിത്തറയും പ്രവർത്തനത്തിനാവശ്യമായ പരിശീലനവും നടന്നിട്ടുള്ളത് അന്ന് പ്രധാനമായും പാലക്കാട് കേന്ദ്രീകരിച്ചായിരുന്നു. അതിന്റെ ഫലമായി കോയമ്പത്തൂരിൽ നടന്ന പഠന ക്യാമ്പ്, മർഹൂം KK സുല്ലമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ക്യാമ്പിൽ വെച്ചാണ് ISM ഉയർത്തിപ്പിടിക്കുന്ന ആദർശം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ക്രമപ്രവൃത്തമായ പരിപാടികൾ ആവിഷ്കരിച്ചത്. അതിനുശേഷം ISM സാർവത്രികമാവുകയും എല്ലാ പ്രദേശങ്ങളിലെത്തുകയും ചെയ്ത അതിനുശേഷമാണ് MSM രൂപീകൃതമായത്. MSMൽ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് MSMന് വലിയ ഒരാശ്വാസം, എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന അന്നത്തെ KNMന്റെ പ്രസിഡന്റ് സുലൈമാൻ സാഹിബായിരുന്നു പാലക്കാട്ടെ. ആ ഒരു വൈകാരിക ബന്ധം ഇന്ന് ISMലൂടെ പ്രവർത്തിച്ച് പ്രായത്തിലെത്തി നിൽക്കുന്ന ISMന്റെ പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള ആളുകൾ പാലക്കാട് നിൽക്കുമ്പോൾ ഓർക്കുന്നതാണ്. മറ്റൊരു മഹാസംഭവമായിരുന്നു 1992 പാലക്കാട് നടന്ന മുജാഹിദ് സമ്മേളനം. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെയും KP മുഹമ്മദ് മൗലവി അവരുടെയും നേതൃത്വത്തിൽ 92 ഡിസംബറിൽ ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഇസ്ലാമിക സമ്മേളനം ചേരാൻ പറ്റിയ സമയമല്ല എന്ന് നമ്മുടെ കൂട്ടത്തിൽ പലരും അഭിപ്രായപ്പെട്ടു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ അവസാനമായി സംസ്ഥാന കമ്മിറ്റി നമ്മുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ ഏൽപ്പിച്ചു ഇതിലൊരു തീരുമാനം പറയാൻ. ഉസ്മാൻ സാഹിബ് പറഞ്ഞു, ദീർഘനേരം ആലോചിച്ച ശേഷം, ദുആ ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് ദഅവത്തിന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമ്മേളനം ഉപകാരപ്പെടും. നന്മയുടെ പാതയിൽ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് വെക്കേണ്ടവരല്ല മുജാഹിദുകൾ. അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും സംസ്ഥാന സമിതി തക്ബീർ മുഴക്കി അത് സ്വീകരിക്കുകയും ചെയ്തു. ആ സമ്മേളനമാണ് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തെ സമാധാനത്തിൽ നിർത്തിയത് എന്ന് പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്. 92 ഡിസംബറിന്റെ ആദ്യത്തിലാണ് ബാബറി മസ്ജിദിന്റെ തകർച്ചയുണ്ടായത്. ആ ഡിസംബർ മാസം അവസാനമാണ് ഇവിടെ മുജാഹിദ് സമ്മേളനം ചേർന്നത്. അന്ന് സാംസ്കാരിക സമ്മേളനത്തിൽ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇ അഹമ്മദ് സാഹിബ്, MP വീരേന്ദ്രകുമാർ തുടങ്ങിയ ആളുകൾ ആ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇന്ത്യ രാജ്യത്തിന് ഉപകാരപ്പെടുമെന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നതും പറഞ്ഞു വരുന്നതും ഈ പ്രസ്ഥാനം എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പഠിപ്പിക്കുന്നു എന്ന് ആളുകൾ അറിയാൻ വേണ്ടിയും നമ്മുടെ രാജ്യത്ത് സ്നേഹവും സമാധാനവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തി മുന്നോട്ട് പോകുവാനുമുള്ള ആഹ്വാനം നടത്തുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മളിവിടെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ, പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നന്മയെക്കുറിച്ച് കേൾക്കുകയും നന്മ പ്രചരിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ അവിടുത്തെ ചെറുപ്പക്കാർ, അവിടുത്തെ ചെറുപ്പക്കാരികൾ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട്, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രപതി ഭവനിലേക്കും പാർലമെന്റ് ഹൗസിലേക്കും പ്രകടനം നടത്തുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡൽഹിയിൽ നടക്കുന്ന അക്രമങ്ങളും പീഡനങ്ങളും അസഹ്യമായി ിരിക്കുന്നു എന്ന് സഹോദരി വിളിച്ചു പറയുകയും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭരണകൂടം പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ നന്മയുടെ പ്രകാശം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ യൗവനം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റിന്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പല പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചു വരുന്ന ഈ സമയത്ത് അഖിലേന്ത്യാ തലത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു യുവനിര സൃഷ്ടിച്ചെടുക്കുവാൻ ഈ സമ്മേളനത്തിന്റെ ഒരു സമ്മാനമായി നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ISMകാരോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഇന്നും ബീഹാറിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം, കേരളത്തിലേതുപോലെ യുവാക്കളെയും അതുപോലെ വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും സഹോദരിമാരെയും ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരുവാൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ വരണം, നിങ്ങളെ നേതൃത്വം വഹിക്കണം എന്നതാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പണ്ഡിതന്മാർ, സാധാരണ പ്രവർത്തകർ, നമ്മുടെ കുടുംബാദികൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർ, അസുഖമായി കിടക്കുന്ന ആളുകൾ, അവർക്കും നമ്മുടെ കൂട്ടത്തിൽ രോഗം ബാധിച്ചു കിടക്കുന്ന മറ്റുള്ളവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ആളുകൾ വളരെ ഭീതിയോടുകൂടി കേൾക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ചർച്ചകളും നടക്കുന്നുണ്ട്. ഇവിടെ നമ്മോടൊപ്പം പടിഞ്ഞാറൻ രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള ഇദ്രീസ് തൗഫീഖ് അവറുകളുണ്ട്. നമ്മോടൊപ്പം വളരെ ഫാർ ഈസ്റ്റ് രാജ്യമായ കിഴക്കൻ പ്രദേശത്ത് നിന്ന് എത്തിയിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരങ്ങളുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഇസ്ലാം ചർച്ചാ വിഷയമാണ്. അതിലൊരു വലിയ വിഷയം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് ഭീകരമാണെന്നും അത് തീവ്രവാദമാണെന്നും അത് അക്രമമാണെന്നും അത് എഴുതുകയും പറയുകയും സിനിമയിൽ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും അന്വേഷണ താല്പര്യമുള്ള ആളുകൾ, പഠിക്കാൻ തയ്യാറുള്ള ആളുകൾ ഈ സമൂഹത്തെയോ സമൂഹത്തിൽ വഴിവിട്ട് ചിന്തിക്കുന്ന ആളുകളെയോ നോക്കാതെ ഒരു തത്വം എന്ന നിലയിൽ, ഒരു ആദർശം എന്ന നിലയിൽ, ഒരു ജീവിതചര്യ എന്ന നിലയിൽ ഒരാശയത്തെ അന്വേഷിക്കുന്നവർ എത്തിപ്പെടുന്നത് ഇസ്ലാമിൽ തന്നെയാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നത് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയാണ്, അവരെ പീഡിപ്പിക്കുകയാണ്, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് ഇസ്ലാം എന്ന് പറയുന്നവർക്ക് സ്ത്രീകൾ തന്നെയാണ് ഈ ആശയം നെഞ്ചേറ്റിക്കൊണ്ട് മറുപടി നൽകുന്നത്. മതത്തിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. ഈ രാജ്യത്ത് എല്ലാ മതവിശ്വാസികൾക്കും സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കണം. മതവിശ്വാസം ഇല്ലാത്തവർക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കണം. അത് നമ്മൾ ആരും ചെയ്യുന്ന ഒരു ഔദാര്യമല്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ദൈവത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയ ആദ്യത്തെ വിശേഷണം റഹ്മാൻ എന്നാണ്. റഹ്മാനായ അള്ളാഹു റബ്ബുൽ ആലമീനാണ്.
ലോകത്തിന്റെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന റബ്ബാണ് അവൻ, നാഥനാണ് അവൻ. ആ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്, പരമ കാരുണ്യകനും കരുണാനിധിയുമാണ്. ആ നാഥനെ, ദൈവത്തെ നിഷേധിക്കുന്നവർക്കും ദൈവം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവനിഷേധിയുടെ, യുക്തിവാദിയുടെ, മതനിഷേധിയുടെ ഹൃദയം മിടിക്കുന്നത് ദൈവനിശ്ചയപ്രകാരമാണ്. അയാളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ദൈവനിശ്ചയപ്രകാരമാണ്. അയാളുടെ ശരീരത്തിൽ രക്തമൊഴുകുന്നത് ദൈവനിശ്ചയപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും അനുഭവിക്കുവാനുള്ള വിഭവങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയാണ്. കാറ്റടിക്കുന്നതും മഴ പെയ്യുന്നതും എല്ലാവർക്കും വേണ്ടിയാണ്. സസ്യലതാദികൾ അത് വളർന്നു വലുതാവുന്നത്, കായ്കനികൾ ഉണ്ടാകുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. പുഴകളും അരുവികളും കടലുകളും ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. ദൈവം വർഗീയവാദിയല്ല. വർഗീയതയില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ന് മതവിശ്വാസികൾക്ക് സാധിക്കുമോ അപ്പോൾ മാത്രമാണ് അവരുടെ ദൈവവിശ്വാസം ശരിയാവുക എന്നാണ് നാം വിശ്വസിക്കുന്നത്. വർഗീയതയില്ലാത്ത ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ. ദൈവത്തിന് വർഗീയതയില്ല, ദൈവത്തിന് വിഭാഗീയതയില്ല. ദൈവം എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടിജാലങ്ങളെയും സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയവനാണ് ഇവിടെ. പിന്നെ ശരി തെറ്റുകളുണ്ട്. മനുഷ്യന് സ്വയം തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കാവുന്ന ഒരു മേഖല. ആ മേഖലയിൽ നല്ലത് ചെയ്യുന്നവർക്ക് പ്രതിഫലം ദൈവം നൽകും, തിന്മ പ്രവർത്തിച്ചവർക്ക് അതിന്റെ ശിക്ഷയും നൽകും. അത് നൽകുന്നത് ദൈവമാണ്. ആ രക്ഷാശിക്ഷകൾ നടപ്പിലാക്കുവാൻ, മനുഷ്യരെ ഉപദ്രവിക്കുവാൻ, നിർബന്ധിക്കുവാൻ, മതപരിവർത്തനം നടത്തുവാൻ, മനുഷ്യരെ മതത്തിന്റെ പേരിൽ വെറുക്കുവാനും ഉപദ്രവിക്കുവാനും ദൈവം മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മതത്തിന്റെ ശബ്ദം ഉച്ചരിക്കുന്ന ആളുകൾ സ്നേഹമുള്ളവരാവണം, കരുണയുള്ളവരാവണം, മനുഷ്യപ്പറ്റുള്ളവരാവണം. ഈ ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാവണം. അതിൽ മതവിശ്വാസികൾക്കിടയിൽ തർക്കമില്ല. മതവിശ്വാസികൾക്കിടയിൽ എതിരഭിപ്രായമില്ലാത്ത ഈ ഒരു കാര്യത്തിലെങ്കിലും ഈ ലോകത്ത് മതവിശ്വാസികൾ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ മനുഷ്യത്വത്തിന്റെ പേരിൽ, നന്മയുടെ പേരിൽ, നീതിയുടെ പേരിൽ, മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഒരു നാട്ടിലെ മുഴുവൻ മതവിശ്വാസികളും ഒന്നിച്ചു നിന്നാൽ, മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു നിന്നാൽ ഹൃദയം അടുക്കുവാനും ആ ഹൃദയബന്ധം അവരെ പരസ്പരം അടുത്തറിയുവാനും കാരണമാക്കും എന്നത് ഉറപ്പാണ്. ഇന്ന് കമ്പാർട്ട്മെന്റുകളിൽ കഴിയുകയാണ് സമൂഹം. രാഷ്ട്രീയ രംഗത്തും അങ്ങനെയാണ്, സാംസ്കാരിക രംഗത്തും അങ്ങനെയാണ്, മതരംഗത്തും അങ്ങനെയാണ്. കമ്പാർട്ട്മെന്റുകൾ, അടച്ചിട്ട കമ്പാർട്ട്മെന്റുകൾ. ഓരോരുത്തർക്കും അവരെ പറ്റി അറിയാം, അതിൽ വലിയ മതിപ്പും വിശ്വാസവും ഉണ്ട്. മറ്റൊരുത്തനെ കുറിച്ച് അറിയില്ല. അയൽപ്പക്കത്ത് ജീവിക്കുന്നവനായാലും, കൂടെ ജോലി ചെയ്യുന്നവനായാലും, ഒപ്പം പഠിക്കുന്നവനായാലും, ഒന്നിച്ച് സഞ്ചരിക്കുന്നവനായാലും എന്റെ കൂടെ കഴിയുന്ന മനുഷ്യനെ കുറിച്ച് എനിക്കറിയില്ല. മറ്റൊരാൾ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് പറയുന്നു, ചെയ്യുന്നു, വിശ്വസിക്കുന്നു എന്ന് മറ്റൊരാൾക്കറിയില്ല. അങ്ങനെ പരസ്പരം അകന്നകന്ന് ജീവിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ അടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം അതും ഇസ്ലാം നടത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന അഭിവാദ്യമാണ്. അതിനേക്കാൾ ഉന്നതമായ ഒരു അഭിവാദ്യം ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ അനുഗ്രഹവും ശാന്തിയും സമാധാനവും നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ ആശംസ. ശാന്തിയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം അതാണ്, നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് ഒരു മതവിശ്വാസി ഒരിക്കലും ഒരു മനുഷ്യന് വെറുക്കുന്നവനായിക്കൂടാ, അവനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ, അവൻ വർഗീയവാദിയായിക്കൂടാ, അവൻ ആളുകളെ വെറുക്കുന്നവനായിക്കൂടാ. എനിക്ക് എന്റെ മതം വലുതാണ്, ഓരോരുത്തർക്കും അങ്ങനെ വിശ്വസിക്കാം. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം വലുതാണ്, ഓരോരുത്തർക്കും അങ്ങനെ വിശ്വസിക്കാം. അത് സമാധാനപരമായി ചർച്ച ചെയ്യാം, പറഞ്ഞു കൊടുക്കാം, ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിച്ചു കൊടുക്കാം, പ്രദർശനമാകാം, എല്ലാമാകാം. പക്ഷേ അത് നാട്ടിന്റെ സമാധാനം തകർക്കാൻ പാടില്ല. ഇന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു വികാരം സമ്മേളനങ്ങൾ,
സമ്മേളനങ്ങൾ കൊണ്ടുള്ള ധൂർത്തുകൾ, സമ്മേളനം കൊണ്ടുണ്ടാകുന്ന മത്സരങ്ങൾ, ഇത് പൊതുസമൂഹത്തിന്റെ ഒരു വികാരമാണ്. പൊതുസമൂഹം ഈ സമ്മേളനങ്ങൾക്ക് അനുകൂലമല്ല. പക്ഷേ അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം ഒരു സമ്മേളനത്തിന് വേണ്ടി സമ്മേളനം നടത്താറില്ല എന്നതാണ്. കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിന്റെ തെരുവുകളിൽ, ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ, വീടുകളിൽ, വ്യക്തികളുടെ കൂട്ടങ്ങളിൽ, ഓഫീസുകളിൽ, കലാലയങ്ങളിൽ ചെന്നുകൊണ്ട് ISMന്റെ പ്രവർത്തകർ എന്താണ് ഈ രാജ്യത്ത് നന്മയുണ്ടാകാൻ വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട CP ഉമർ സുല്ലമി അവർ പറഞ്ഞ പോലെ വനിതാ സമ്മേളനം നടത്തിയപ്പോൾ, വിദ്യാർത്ഥി സമ്മേളനം നടത്തിയപ്പോൾ, ഐക്യസംഘത്തിന്റെ 90ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഒക്കെ അതിന്റെ ഒരു 6 മാസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ശാന്തമായ നിലക്ക് പരസ്പരം അറിയുവാനും അറിയിക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള വർക്ക് ചെയ്യലായിരുന്നു. ഞാൻ മക്കയിൽ പഠിക്കുന്ന കാലത്ത് സ്കൗട്ടിൽ ഒരംഗമായി. സ്കൗട്ടിൽ രാവും പകലും ആഴ്ചകളോളം പണിയുണ്ടാകും, ട്രെയിനിങ് ഉണ്ടാകും, പരിശീലനം ഉണ്ടാകും. കൂടെ ഉണ്ടായിരുന്ന ഒരു സൗദി വിദ്യാർത്ഥി ഞങ്ങളുടെ കമാൻഡറോട് പറഞ്ഞു, ഞാൻ അല്പം വിശ്രമിക്കുകയാണ്, അല്പം ഇസ്തിറാഹ വേണം. അപ്പൊ ഞങ്ങളുടെ കമാൻഡർ അന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, അറാഹത്തു ഫിൽ ജന്ന, സ്വർഗത്തിലാണ് വിശ്രമം എന്നാണ്. ഇവിടെ നമ്മുടെ മുജാഹിദ് സമ്മേളനം പ്രഖ്യാപിച്ചതോടുകൂടി മൗലവി പറഞ്ഞു, ഇന്ന് മുതൽക്ക് ഇനി വർക്കാണ് എന്നാണ്, വിശ്രമമില്ല, അറാഹത്തു ഫിൽ ജന്ന എന്നത് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദർശത്തെ കുറിച്ച് ഇവിടെ ഇന്നും ഇന്നലെയും ഒക്കെ ചർച്ച ചെയ്തല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ്, വളരെ ലളിതമാണ്, വളരെ സുതാര്യവുമാണ്. അതിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ ആരാധന നടത്തുക, ഇബാദത്ത് നടത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് ഉൾക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. തൗഹീദാണ് നമ്മുടെ ആദർശത്തിന്റെ അടിത്തറ. ആ ആദർശം, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക. നേരത്തെ മുജീബുർ റഹ്മാൻ പറഞ്ഞ പോലെ 976 ISM രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഈ സാഹചര്യങ്ങൾ മാറി വന്നതനുസരിച്ച് പുതിയ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പ്രവർത്തനങ്ങൾ രൂപീകരിക്കാൻ ISM തയ്യാറാകേണ്ടതുണ്ട്. ഒരുപാട് പുതിയ പുതിയ വിഷയങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സമൂഹത്തിന് മുമ്പിൽ, മാറ്റം വരുന്ന ലോകത്തിന് മുമ്പിൽ മാറ്റമില്ലാത്ത തൗഹീദും മാറ്റമില്ലാത്ത ഖുർആനും മാറ്റമില്ലാത്ത സുന്നത്തും എത്തിച്ചു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. MLA ബഷീർ സാഹിബിന്റെ പ്രസംഗം ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആകുലതയും അദ്ദേഹത്തിന്റെ വ്യാകുലതയും ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ചു. നമുക്ക് അദ്ദേഹത്തോടും അതുപോലെ വേദനിക്കുന്ന ആളുകളോടും പറയാനുള്ള ഒരു കാര്യമാണ്, തൗഹീദിൽ അധിഷ്ഠിതമായ ആദർശം മുറുകെ പിടിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സത്യപ്രസ്ഥാനത്തോട് വന്നു ചേർന്ന് ഒന്നിച്ചു മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയല്ലല്ലോ ഇത്. നമ്മൾ വികേന്ദ്രീകരണമാണ് നമ്മുടെ രീതി. 10 ആളുകൾ ഒരു നാട്ടിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നുവെങ്കിൽ അതിന് അനുവാദമാണ്. മറ്റൊരു പ്രദേശത്ത് മറ്റൊരു പ്രവർത്തനം അതിന് അനുവാദമാണ്. എല്ലാം ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ മാത്രം പറഞ്ഞാൽ മാത്രം പ്രവർത്തനം എന്ന ഒരു രീതി പണ്ട് മുതലേ ഈ പ്രസ്ഥാനത്തിലില്ല. നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു വികേന്ദ്രീകരണമാണ്. അതുകൊണ്ട് തന്നെ ആദർശം എന്നത് പരമപ്രധാനമായി കരുതുകയും ആ ആദർശം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം 35 ISMന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും പിന്നെ ISM തന്നെ ഒന്നാകെ പുറത്താക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒന്നിച്ചു നിന്നവരാണ് ഇവര്, ഈ ISM നമ്മുടെ MSM-ഉം. പക്ഷെ അന്ന് പ്രതിഷ്ഠിച്ചു വെച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. കണക്കുകൂട്ടി ആകെ തിരിയിട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ അനുസരണമുള്ള യുവത്വമാണിത് എന്ന് പറഞ്ഞതിൽ ഒരാളാണ് ഇനി ബാക്കിയുള്ളത്, ഒരൊറ്റ മനുഷ്യൻ. ബാക്കിയൊക്കെ പോയി. കുറെ ആളുകളെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു, കുറെ ആളെ പുറത്താക്കാൻ നിൽക്കുന്നു. ആലോചിച്ചു നോക്കൂ, 10 കൊല്ലക്കാലം കൊണ്ട് നമുക്കുണ്ടായ ഒരു സമാധാനം, പരസ്പരം ദുആ ചെയ്യുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, തെറ്റുപറ്റിയാൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സംഘമായി നമുക്ക് മുന്നോട്ടെത്താൻ സാധിച്ചു. ഇത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കുക ഇസ്ലാമികമായ ജീവിത രീതിക്കാണ്. പലപ്പോഴും സുന്നത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഹദീസിന്റെ സഹീഹ് ലൈഫിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സലഫി മാർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ
കുട്ടശ്ശേരി മൗലവി 2 തവണ എഴുതിയിട്ടുണ്ട്. എന്ത്? സ്വഭാവം സലഫി മാർഗം എന്താ, പെരുമാറ്റം സലഫി മാർഗം എന്താ, ആളുകളോടുള്ള വർത്തമാനം എന്താ, ഇതൊന്നും ബാധകമല്ല എന്നും ചില ആരാധനകളിലും ചില അനുഷ്ഠാനങ്ങളിലും മാത്രമാണ് ഈ വാശി എന്നും ഇല്ലല്ലോ അല്ലെ? സലഫു സാലിഹ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അതാണ് അവിടുത്തെ സലഫി മൻഹജ്. സലഫു സാലിഹ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അത് പഠിക്കാതെ നമുക്കിടയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളിൽ അനാവശ്യമായ വാശിയും വക്കാണവും കുതന്ത്രങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിഷ്ഫലമാകും എന്നത് ഉറപ്പാണ്. അതായത് സമുദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒഴുക്കിൽ പൊന്തി ഒഴുകിപ്പോകുന്ന നുരകളും പതകളും ആയുസ്സില്ലാത്തതാണ്. അത് എവിടെയെങ്കിലും തട്ടിത്തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിന്റെ പേരിലും പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടും സഹാബിമാരുടെയും താബിഈങ്ങളുടെയും സലഫു സ്വാലിഹീങ്ങളുടെയും മാർഗം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ടു പോകുന്ന സമൂഹത്തിന് ആ നിലയിലുള്ള സ്ഥായിയായ ഒരവസ്ഥയുണ്ടാകും എന്നതിന് ഈ സമൂഹം സാക്ഷിയാണ് എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ അനുസരണമുള്ള ആളുകൾക്കാണ്. അനുസരണമുള്ള ആളുകൾക്ക് ഉത്കണ്ഠ യാതൊന്നും ആവശ്യമില്ലാത്തതുമാണ്. പലപ്പോഴും നോക്കൂ, മതരംഗത്ത് പോലും ആളുകൾ ഓരോ പ്രവർത്തനം ഉണ്ടാക്കുമ്പോഴേ മത്സരം അവരുടെ ഒരു വിഷയമാകും. മത്സരിക്കേണ്ടതില്ലല്ലോ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്തു. അള്ളാഹുവേ, ഞങ്ങൾക്ക് സത്യമാണ് എന്ന് തോന്നുന്ന 100% ഉറപ്പുള്ള ഒരു വിഷയം, അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇവിടെ എന്തെല്ലാം നേടി എന്നതിനേക്കാൾ ഏറെ പരലോകത്ത് നമുക്ക് എന്തുണ്ടാകും എന്നതാ. ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ എന്റെ ഒരു വേദന നമ്മുടെ വലിയ പണ്ഡിതന്മാരെയും വലിയ നേതാക്കന്മാരെയും അവരേത് പക്ഷത്താണെങ്കിലും ഏറ്റവും അധികം ബഹുമാനത്തോടുകൂടി കാണണമെന്ന് സ്വയം വിശ്വസിക്കുകയും കൂട്ടുകാരോട് പറയുകയും ചെയ്യുന്ന എന്റെ വേദന. എ വി അബ്ദുറഹ്മാൻ ഹാജിയും PC അഹമ്മദ് സാഹിബും രണ്ടുപേരും മരണപ്പെട്ടു. ആ രണ്ടുപേർ മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വന്നു എന്ന് സമയം വരെ ഉച്ചക്ക് 12 മണിക്ക് എന്നിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കിയെന്നും വീണ്ടും ആക്രമിക്കുമെന്നും അങ്ങനെ അക്രമം ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന കഷ്ടനഷ്ടങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നും അതിന് പരിഹാരമുണ്ടാക്കണമെന്നും കോടതികളിൽ കേസ് കൊടുത്ത നമ്മുടെ ആദരണീയരായ ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള ആ ആളുകൾ അവരെന്ത് ചെയ്യുമെന്നതിനെ ആലോചിക്കുമ്പോഴാണ് ദുഃഖമുള്ളത്. അവർ ചെയ്തതിനെ കുറിച്ച് ആക്ഷേപിക്കാനില്ല. രണ്ടുപേരതിൽ മരിച്ചുപോയി. ആലോചിച്ചു നോക്കൂ. അത് വീണ്ടും കോടതിയിൽ വന്നപ്പോൾ ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്ന്. മറ്റൊരു വിഷയം, കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനെ കുറിച്ച് കഴിയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോയവൻ എന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാരിക്ക്. ആ വാക്ക് എഴുതി അയച്ചു കൊടുത്തു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോഴെന്താണെന്നറിയോ, അത് എഴുതി കൊടുത്ത ആൾ ഇപ്പോൾ ആ കൂട്ടത്തിലില്ല, അത് ടൈപ്പ് കൊടുത്ത ആൾ ആ കൂട്ടത്തിലില്ല. ആകെ ഉള്ളത് അത് എന്താണെന്ന് വായിച്ചു നോക്കാതെയോ ഇനി വായിച്ച് മനസ്സിലാകാതെയോ ഇനി മനസ്സിലായിട്ട് സാരമില്ല എന്ന് ഒപ്പിട്ട് കൊടുത്ത ആള് മാത്രമാണ്. ഇപ്പോൾ ഇത് ഞാൻ ഒരു ദുഃഖം പറയുന്നത്, അള്ളാഹു ആണല്ലോ വലിയവൻ, അതിൽ നമുക്ക് വലിയ വിശ്വാസമുണ്ട്. അള്ളാഹു ആണ് വലിയവൻ എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ശാന്തരായി പ്രവർത്തിക്കുക. മത്സരം ആവശ്യമില്ലാത്ത വിധം, ആരോടും വാദിക്കാനും ജയിക്കാനും അല്ലാത്ത വിധം, ആരെയും ചീത്ത പറയാത്ത വിധം, ആരെയും പരിഹസിക്കാത്ത വിധം, ആർക്കതിലും കുതന്ത്രങ്ങളും കള്ളക്കേസുകളും ഇല്ലാത്ത വിധം പാവങ്ങളായി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇനിയും ഉണ്ടാകും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദർശമുള്ള മുജാഹിദുകൾക്ക് സംഘടനയിലേക്ക് തിരിച്ചു വരുവാനും എന്നിട്ട് ആദർശത്തിന്റെ പേരിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രതീക്ഷ. 1967 മുതൽ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ 45 വർഷമാണ് ISMന്റെ കാലം. ഈ 45 വർഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യുവാക്കളുടെ കർമ്മശേഷി
നല്ല നിലയിൽ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന നന്മ നമ്മൾ അറിയുന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ പലപ്പോഴും പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇന്നതെല്ലാം ചെയ്തു എന്നതാണ് കുറ്റമായി എണ്ണി പറഞ്ഞത്, അല്ലേ? ഇവര് മരം നടാൻ പറഞ്ഞു, ഒരു കുറ്റമാണ്. ഹജ്ജിന് ആളുകളെ കൊണ്ടാൻ ശ്രമിച്ചു, മറ്റൊരു കുറ്റമാണ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി, വേറൊരു കുറ്റമാണ്. തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചില സമ്മേളനങ്ങൾ നടത്തി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും മെല്ലെ മെല്ലെ ഏറ്റെടുക്കുകയല്ലാതെ നിവൃത്തിയില്ല. നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ, ഉത്തരേന്ത്യൻ പട്ടണങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി നമ്മുടെ KNM-ന്റെയും ISM-ന്റെയും ഒക്കെ പ്രവർത്തകന്മാർ സഞ്ചരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഒന്നുമല്ല, ഞങ്ങൾക്ക് അതിനൊരു സംവിധാനവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ ആകെ ലോകം മുഴുവനും അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞങ്ങളും അതിന്റെ കൂടെയുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു. മനുഷ്യാവകാശ നിഷേധങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യുവാക്കൾ തീവ്രവാദികളായി പോകുന്നത് കണ്ട് മതം തീവ്രവാദത്തിനെതിരെ എന്ന് കേരളം മുഴുവൻ ക്യാമ്പയിൻ നടത്തിയത് ഈ ISM ആണ്. ഈ ISM ആ ക്യാമ്പയിൻ നടത്തുമ്പോൾ മതത്തെ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നവർക്കെതിരിലായിരുന്നു നമ്മുടെ പ്രവർത്തനം. നമ്മൾ ഒറ്റക്കാണ്. അതിന് ശേഷമാണ് ആളുകൾ വന്നു ചേർന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് നീതി ലഭിക്കണമെന്ന് ആദ്യം പറഞ്ഞ ഒരു പ്രസ്ഥാനം നമ്മുടെ. അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ചിന്താരീതികളും അതിൽ പലതും നമുക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ട നീതി ലഭിക്കണം. ഇതും നമ്മൾ പറഞ്ഞ ശേഷം എല്ലാവരും പറഞ്ഞു, എല്ലാ പക്ഷവും പറഞ്ഞു, ഭരണപക്ഷം പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, അല്ലെ? എല്ലാവരും പറഞ്ഞു. ലാസ്റ്റ് ഇപ്പോ അല്ലെ നമ്മൾ ഇതിലൊക്കെ ഇടപെടേണ്ട എന്ന് പറയുന്ന അവരും പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, എല്ലാ വിഷയത്തിലും അങ്ങനെയാ. എല്ലാ വിഷയത്തിലും ഇസ്ലാം അത് ഉയർന്നു നിൽക്കും. അതിന്റെ സന്ദേശങ്ങൾ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ സത്യം പറയുന്നവനായാൽ, മദ്യപാനം ഉപേക്ഷിച്ചാൽ, വ്യഭിചാരത്തിനെതിരെ ഉള്ള നിലപാടെടുത്താൽ, ആളുകൾ ആക്രമിക്കാതിരുന്നാൽ, പീഡനത്തിന് പോവാതിരുന്നാൽ എല്ലാവർക്കും നല്ലതല്ലേ? മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ നല്ലതല്ലേ? എല്ലാവർക്കും നല്ലതാണ് ഒരു മനുഷ്യൻ നന്നാവുന്നത്, പ്രത്യേകിച്ച് ഒരു യുവാവ് നന്നാകുന്നത്, ഒരു യുവതി നന്നാവുന്നത്. അപ്പൊ നാട്ടിന്റെ യൗവനം നന്നാക്കി തീർക്കുക എന്ന പരിശ്രമം ഈ നാട്ടിനുള്ളതാണ്, ലോകത്തിനുള്ളതാണ്, നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ വിഭാഗത്തെ, ഈ പ്രവർത്തകരെ, ഈ ചെറുപ്പക്കാരെ സഹായിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഇവിടെ 3-4 ദിവസമായി നടന്നു വരുന്ന പ്രദർശനം, ആ പ്രദർശനം കണ്ട് എത്രയോ ആളുകൾ പറഞ്ഞു അത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള പ്രദർശനമല്ല, അവർക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്നതല്ല. ലോകം എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, മനുഷ്യന്റെ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ എന്തെല്ലാമാണ്, ആകാശത്തും ഭൂമിയിലും വായുവിലും വെള്ളത്തിലും എല്ലാം ഉള്ള അത്ഭുതകരമായ കാര്യങ്ങൾ. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഈ ഭൂമിയിൽ ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിലുമുണ്ട്. ആ ശരീരത്തിലെ അത്ഭുതം, മനുഷ്യ ശരീരത്തിലെ അത്ഭുതം, മൃഗങ്ങളുടെ ശരീരത്തിലെ അത്ഭുതം, സസ്യങ്ങളുടെ അത്ഭുതം, വാനലോകത്തെ അത്ഭുതം, സമുദ്രത്തിലെ അത്ഭുതം, അതൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്തു. എല്ലാ മതഗ്രന്ഥങ്ങളും ഊന്നിപ്പറയുന്ന തൗഹീദ്, എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന ആദർശമായ ഏകദൈവ ആരാധന, അത് ഹിന്ദു മതഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടത് ആളുകൾക്ക് വായിക്കാൻ ഇവിടെ അത് പ്രദർശിപ്പിച്ചു. ഇതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ പിന്നീട് വരുന്ന ഒരു ഗ്രന്ഥത്തിന്റെ, ഒരു പ്രവാചകന്റെ അനുയായിയായാൽ അത് മുമ്പുള്ള ഒരു പ്രവാചകന്റെ ആദർശത്തിന്റെ പുനഃപ്രഖ്യാപനമാണ് എന്നാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ഭാരതീയ സംസ്കൃതി, ഭാരതീയ തത്വശാസ്ത്രങ്ങൾ, അതിലുള്ള നന്മകളാണ് പിന്നീടുള്ള പ്രവാചകന്റെ പുനഃപ്രഖ്യാപനം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണ് അത്. മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ പ്രഖ്യാപനത്തിന്റെ പുനഃപ്രഖ്യാപനമാണ്. ഈസാ നബിയും മൂസാ നബിയും ക്രൈസ്റ്റും, ജീസസ് ക്രൈസ്റ്റും മോസസും അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അവരുടെ മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഇബ്രാഹിം നബിയുടെ, അബ്രഹാമിന്റെ ആദർശത്തിന്റെ പുനഃപ്രഖ്യാപനമാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ നമുക്ക് ഒരു വേർതിരിവുമില്ല എന്നാണ്. എല്ലാ പ്രവാചകന്മാരും പടച്ചവനിൽ നിന്ന് ആശയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർവകാല പ്രവാചകന്മാരുടെ, മതാചാര്യന്മാരുടെ
അവർ പ്രബോധനം ചെയ്ത ആദർശത്തിന്റെ പുനഃപ്രഖ്യാപനമാണ് അവസാനം വന്ന മുഹമ്മദ് നബി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആദർശം മനുഷ്യർക്ക് ആർക്കും എതിരാവില്ല. ആ ആദർശം ഒരു പ്രവാചകനും എതിരാവില്ല. ആ ആദർശം ഒരു മതത്തിന്റെയും അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്കെതിരാവില്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പുലർത്താനും കഴിയുന്നതാണ് ആ ആദർശമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും ഒന്നിച്ചൊരു നാട്ടിൽ ജീവിക്കുവാനും ആവശ്യമായ ഒരു കാര്യമെന്ന നിലയിലും അങ്ങനെ അറിയിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്ന നിലയിലുമാണ് നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ മാനവികതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിന്റെ മനുഷ്യത്വപരമായ സമീപനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, മതത്തിന്റെ പേരിൽ പുരോഹിതന്മാർ നടത്തുന്ന ചൂഷണമാണെന്ന് പറയാൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഇടയാളന്മാരെ സ്ഥാപിക്കുന്ന പൗരോഹിത്യം അവർ ചൂഷണമാണ് ചെയ്യുന്നത് എന്ന് പറയാൻ, പുരോഹിതന്മാരുടെയും സിദ്ധന്മാരുടെയും ദിവ്യന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും ഒക്കെ പേരിൽ ഇവിടെ പ്രദർശിപ്പിക്കുന്ന പലരും മതമല്ല, മതത്തിന്റെ ലേബൽ ഒട്ടിച്ചിട്ടുള്ള അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ മതവിശ്വാസികളിൽ നമ്മൾ മാത്രമേയുള്ളൂ, മുസ്ലിങ്ങളിൽ നമ്മൾ മാത്രമേയുള്ളൂ, ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിലും നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ഈ ദൗത്യം അതിശക്തമായ നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മുതൽ തന്നെ മുന്നോട്ട് പോവുക. 2 സമ്മേളനങ്ങൾ പറഞ്ഞു. ഒന്ന്, അടുത്ത വർഷം 2013 അവസാനം ഡിസംബർ മാസത്തിൽ നടക്കുന്ന സംസ്ഥാന മുജാഹിദ് സമ്മേളനം. അത് ഈ മാസം 31-ാം തീയതി അതിന്റെ പ്രചരണ ദിനമാണ്. അന്ന് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് അന്വേഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊന്ന്, ഏപ്രിൽ മാസത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റിന്റെ സമ്മേളനമാണ്. അതിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ അതിന്റെ തീയതി നിശ്ചയിച്ചാൽ ഉടൻ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളുമായി സഹകരിക്കുന്ന തൗഹീദി ആദർശമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും പണ്ഡിതന്മാരും ഈ മൂവ്മെന്റ് ഇതേ രൂപത്തിൽ ശക്തിപ്പെടുത്തണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വയനാട് സമ്മേളനത്തിൽ വെച്ചാണ്, 5 വർഷം മുമ്പാണ് ഇസ്ലാഹി മൂവ്മെന്റ് ക്രമീകരിച്ച് കൊണ്ടുവന്നത്. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് നമ്മൾ ഒരു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കോൺഫറൻസും മദ്രസ എഡ്യൂക്കേഷൻ കോൺഫറൻസും നടത്തിയിരുന്നു. പല സംസ്ഥാനങ്ങളിലും പ്രാദേശികമായി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഡൽഹിയിൽ വെച്ച് നമുക്ക് അതിന്റെ സമ്മേളനം ഉണ്ടാകും. നിങ്ങൾക്ക് ഒറ്റയ്ക്കും കുടുംബവും ഒന്നിച്ച് ഡൽഹിയിലേക്ക് ഒരു യാത്ര തരപ്പെടുത്തുവാൻ ഇത് ഒരവസരമായിരിക്കും. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നേരത്തെ ആദ്യം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം വിട്ടുപോയി. നിങ്ങളിൽ ചിലരെങ്കിലും കോഴിക്കോട്ട് 1988 അവസാനത്തിലും 89 ജനുവരി 1നും നടത്തിയ MSMന്റെ സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിൽ ആദ്യമായി കേരളത്തിൽ മക്കയിലെ ഇമാം വന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുബൈൽ. അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുള്ള സുബൈൽ മക്കയിലെ ഇമാം. അതിനുശേഷവും ഒരു ഇമാം, മക്കയിലെ ഇമാം കേരളത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. വളരെ ശാന്തരായി, വളരെ സമാധാനത്തോടുകൂടി എല്ലാ മനുഷ്യരോടും സ്നേഹവും കാരുണ്യവും കാണിക്കുന്നവരായി, എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ട ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവരായി, നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ ശരീരം കൊണ്ടോ ആരെയും ഉപദ്രവിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യാത്ത വിധത്തിൽ ഈ ആദർശ പ്രസ്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله. നവോത്ഥാന മുന്നേറ്റത്തിന്റെ ത്യാഗനിർഭരമായ ചരിത്ര സ്മൃതികൾ അയവിറക്കി വിശ്വവിമോചനത്തിന്റെയും മനുഷ്യ സാഹോദര്യത്തിന്റെയും മതമായ